ഏറ്റവും സുപ്രധാനമായ ഇടമായി തന്നെ ഒരു ഏടായി തന്നെ ഇതിനെ വാഴ്ത്തപ്പെടും. കാരണം ഹമാസിനെ ഇല്ലാതെയാക്കി ഇനി ആകെ ഒരു 2-3 ബറ്റാലിയൻ മാത്രമാണ്. അത് റഫായിൽ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ റഫായിൽ ആക്രമണം നടത്തുന്നത് എന്നായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ റഫായിൽ മാത്രമല്ല, ഗസയിൽ ഉടനീളം വടക്കൻ ഗസയെന്നോ തെക്കൻ ഗസയെന്നോ വ്യത്യാസമില്ലാതെ ദേറുൽ ബലായിലും റഫായിലും ഗസ സിറ്റിയിലും ജബാലിയയിലും എല്ലായിടത്തും ഇപ്പോൾ ഹമാസിന്റെ പോലീസ് സംവിധാനങ്ങൾ ഉയരുന്നു. ആ പോലീസ് സംവിധാനത്തിന്റെ നടുവിലൂടെ ഇനി ബന്ദികളുടെ കൈമാറ്റം നടക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച, ആ കാഴ്ചയ്ക്ക് ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്തു പറയേണ്ട മറ്റൊരു കാര്യം, 95 ഫലസ്തീനികൾ കൂടി ഇന്ന് വിട്ടയക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത്രയും കാലമായി ഈ ഫലസ്തീന്റെ സ്വതന്ത്ര പ്രഖ്യാപനത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്വതന്ത്ര പോരാട്ടത്തിനു വേണ്ടി ജയിലറകളിൽ കഴിഞ്ഞിട്ടുള്ള 95 ഫലസ്തീനികൾ അവർ ഇത്രയും കാലമായി അനുഭവിച്ചിരുന്ന തീരാ ദുരിതങ്ങൾക്ക് കൂടി ഈ ഗസ യുദ്ധത്തിന്റെ ഭാഗമായി അവർക്കൊരു തുറവിയുണ്ടാവുകയാണ്. അവർ പുറത്തേക്ക് വരികയാണ്, അവർ സ്വതന്ത്രം പ്രഖ്യാപിക്കുകയാണ്. അവർ ഒരുപക്ഷെ വെസ്റ്റ് ബാങ്കിലേക്കായിരിക്കും അവരെ കൊണ്ടുപോവുക. കഴിഞ്ഞ വെടിനിർത്തൽ സമയത്തെല്ലാം നമ്മൾ കണ്ടത് ഇസ്രായേൽ ജയിലിൽ നിന്നും ഗസ വെസ്റ്റ് ബാങ്കിലേക്കുള്ള വാഹനങ്ങൾ നിരനിരയായി പോകുന്നതാണ്. അങ്ങനെ 95 പേരുടെ മോചനത്തിന് ഇന്ന് വഴിയൊരുങ്ങും. അവരെല്ലാവരും തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഹമാസ് നൽകിയിട്ടുള്ള പട്ടിക അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഹമാസിന്റെ പോരാളികൾ മാത്രമല്ല ഉള്ളത്, വിവിധ തലങ്ങളിൽ ഈ സ്വതന്ത്ര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും അതേപോലെ തന്നെ ഫലസ്തീനിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ള നിരവധി ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ ഇന്ന് മോചിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അടുത്ത ഈ ഒരു വെടിനിർത്തലിന്റെ 1ാം ഘട്ടം പൂർത്തിയാകുമ്പോഴേക്കും 1000-ഓളം ആളുകളാണ്, ഈ ഫലസ്തീൻ തടവുകാരാണ് ഇസ്രായേലി ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഒക്ടോബർ 7 ആക്രമണമെന്നും അതേപോലെ തന്നെ അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളെന്നും, എന്തിനു വേണ്ടിയാണ് ഇത്രയും കുഞ്ഞുങ്ങളും 40,000-ഓളം ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഈ ഹമാസ് ഈ യുദ്ധമേഖലയിൽ പിടിച്ചു നിന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴെങ്കിലും ഒരു ഉത്തരമായിരിക്കുന്നു. ആയിരക്കണക്കിന് ഫലസ്തീൻ തടവുകാർ മോചിപ്പിക്കപ്പെടുന്നു. ഫലസ്തീൻ പ്രശ്നം എന്നത്തേക്കാളും ഉയരത്തിൽ ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഇസ്രായേലിന് ഒരു യുദ്ധലക്ഷ്യവും നേടാതെ പിന്തിരിഞ്ഞു പോകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ആദ്യഘട്ടം മുതൽ എന്താണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം. ഒന്ന്, ഹമാസിന്റെ പൂർണ്ണമായിട്ടുള്ള നശീകരണമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹമാസ് വീണ്ടും ഗസയിൽ ഉടനീളം അവരുടെ പോലീസ് വിന്യാസം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ബന്ദികളെ തങ്ങൾ സൈനികമായി മോചിപ്പിക്കുമെന്നുള്ളതായിരുന്നു. ബന്ദികളെ സൈനികമായി മോചിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് 1 മണിക്കൂർ മുമ്പ് ഇനി ഹമാസ് വിട്ടയക്കുന്ന ബന്ദികളുടെ പേരെങ്കിലും നൽകൂ എന്ന് പറഞ്ഞ് ഹമാസിന് മുമ്പിൽ യാചിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. അപ്പോൾ 2ാമത്തെ ലക്ഷ്യവും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 3ാമത്തെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് ഗസയിൽ നിന്ന് ഇനി ഒരു ആക്രമണവും ഇസ്രായേലിലേക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട ഇടനാഴികളിൽ നിന്ന് വരെ, നെറ്റ്സരീം ഇടനാഴിയും അതേപോലെ തന്നെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും, ആ 2 ഇടനാഴിയിൽ നിന്ന് വരെ ഘട്ടം ഘട്ടമായി തങ്ങളുടെ ഇസ്രായേലി സേന പിൻവാങ്ങുമെന്ന് ഹമാസിന് മുമ്പിൽ എഴുതി ഒപ്പിട്ട് കരാറിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുന്നത്, ഈ കരാറിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ തീർച്ചയായും ബന്ദികളെ വിട്ടുകിട്ടിയാൽ ഒരുപക്ഷെ വീണ്ടും ആക്രമണം തുടങ്ങും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുമ്പോഴും ഇസ്രായേലിനുള്ളിൽ തന്നെ അനേക ലക്ഷം ആളുകൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ സൈനികരെ ഇങ്ങനെ കൊലക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഗസയിൽ വെച്ച് മാത്രം 400-ലധികം ഇസ്രായേലി സൈനികരെ ഈ 15 മാസത്തിനിടയിൽ ഇസ്രായേലിന് നഷ്ടമായിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. കൈയും കാലും ഇല്ലാതെ കിടക്കുന്ന ഇസ്രായേലി സൈനികരുടെ എണ്ണം എത്രയാണ് എന്നുള്ള കാര്യത്തിൽ, അത് 30,000-ആണോ 40,000-ആണോ എന്നുള്ള കാര്യത്തിൽ IDF-നുള്ളിൽ തന്നെ തർക്കങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതൽ ആളുകൾ, ലക്ഷക്കണക്കിന് സൈനികർ പലതരത്തിലുള്ള മാനസികമായുള്ള വിഭ്രാന്തികൾ അനുഭവിക്കുകയാണ് എന്ന പ്രതിസന്ധി വരുന്നു. നമുക്കറിയാം ഇസ്രായേലും ലബനാനും അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും അഭയാർത്ഥികളായി കഴിയുന്നു. ഇസ്രായേലിനുള്ള